ലൂക്കയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങളിൽ അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക. നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവർ അവനോട് കൂടെ താമസിക്കാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം മുറിച്ച് എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. കർത്താവേ, ഇപ്പോൾ ഈ 3-ാം ദിവസത്തെ കരുണാർദ്രം തിരുഹൃദയം എന്ന് പറയുന്ന ഈ ഡെയിലി റിട്രീറ്റ് പ്രോഗ്രാമിൽ എത്തേണ്ട ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഈശോയോട് കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിന്റെ വിദ്വേഷം മാറ്റി ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന പ്രത്യേകതകളാണ് പറഞ്ഞത്. ഈ 3-ാമത്തെ ദിവസം ഈശോ നമ്മളോട് പറയുന്നു, ആ 12 പേരും ഈശോയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചവരാണ്. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ഒരിക്കൽ കൂടെ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ഒരിക്കൽ കൂടെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. തുല്യം ചൊല്ലാൻ ആരുമില്ല വഴിയിൽ യേശു നീ. അടഞ്ഞ വാതിൽ തുറക്കുന്ന സ്നേഹം, തിരുഹൃദയ സ്നേഹം. The love of Jesus, the love of Jesus, the power of anointing, the graceful romance. Hallelujah, 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 ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഡെയിലി റിട്രീറ്റിന്റെ ഈ ഒരു നല്ല സമയത്തിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കരുണാർദ്ര ഹൃദയം, ഈശോയുടെ ഹൃദയം ഇങ്ങനെ കരുണാർദ്രതയോടുകൂടെ നമ്മൾ നോക്കുന്ന, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു, ഈശോ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന 3-ാമത്തെ ദിവസം ഈശോ നമ്മളോട് പറയണ്, ഞാൻ നിന്നെ വഴി നടത്തും, നിന്റെ കൂടെ യാത്ര ചെയ്യുന്ന അനുഭവം. അതാണ് എമ്മാവൂസിന്റെ അനുഭവം. എമ്മാവൂസിന്റെ അനുഭവം എന്താ? ഈശോയുടെ ശിഷ്യന്മാരൊക്കെ തീർന്ന ജീവിതങ്ങളാണ്. നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ് തീർന്ന ജീവിതം എന്ന് പറഞ്ഞാൽ. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് മുന്നിലേക്ക് വന്നവരാണ് അവരൊക്കെ. എന്ന് പറഞ്ഞാൽ യൂദസ് കറിയാത്തയ്ക്ക് വരെ കുറേ സ്വപ്നം ഉണ്ടായിരുന്നു. പാവം യൂദസ് കറിയത്തിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ? യൂദസ് കറിയാത്ത മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ഈശോ എന്ന് പറയുന്നവൻ ഈ പറയുന്ന ആ സംസ്കാരങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കി ഒരു രാജാവാകും എന്ന് വിശ്വസിച്ച മനുഷ്യനാണ്. അങ്ങനെയാണ് യൂദസ് കറിയാത്ത ഈശോയുടെ ആ ഗ്രൂപ്പിലൊക്കെ ചേരുന്നത്. ശരിക്കും അവനങ്ങനെ നമുക്കിങ്ങനെ കുറ്റം പറഞ്ഞ് നമ്മളിപ്പോൾ പറയണ പോലത്തെ അവസ്ഥയൊന്നുമില്ല. ഞാൻ ഈ ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ യൂദസ് കറിയാത്ത പാവമായിരുന്നു. അവൻ്റെ വിശ്വാസം എന്തായിരുന്നു? ഇങ്ങനെ ഒറ്റിക്കൊടുത്താൽ പോലും കർത്താവ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നൊക്കെ വിചാരിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയുള്ള മനുഷ്യൻ. പക്ഷേ അത് പോയപ്പോഴാണ് അവനിങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് പോയി. കയ്യിൽ നിന്ന് പോയൊരു ജീവിതം ഇത്.
ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ, പത്രോസ് ആവട്ടെ, ഇവനെ അനുഗമിച്ചവരൊക്കെ ഈശോ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തതാണ്. ഇത്രയും പെട്ടെന്ന് തീരുന്നു പ്രതീക്ഷിച്ചവരല്ല. ഇപ്പം നിങ്ങൾ നോക്കി, നിങ്ങൾക്കൊരു ജോലി കിട്ടി, ഇപ്പം ഇൻഫോസിസിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ TCSലൊക്കെ ജോലി കിട്ടിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പ്രത്യാശയാണ്. നമ്മൾ എന്ത് ചെയ്ത്, എനിക്കിങ്ങനെ ഒരു ജോലി കിട്ടി, ഐ ഗോട്ട് എ ജോബ്, അത് നമുക്കിങ്ങനെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഇതുപോലെയാണ് ഈശോയുടെ ഡിസൈപ്പിളായിട്ട് തീർന്ന സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ആ സന്തോഷം വളരെ പെട്ടെന്ന് ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവാം. ഇപ്പം നമ്മളോട് പറയാം, ഇൻഫോസിസിൽ ജോലി കിട്ടി ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറയാം, നിന്നെ പുറത്താക്കാൻ കേട്ടോ, നാളെ തൊട്ട് നീ വരണ്ട, റിസൈൻ ചെയ്തോ. നീ റിസൈൻ ചെയ്തോ എന്ന് പറഞ്ഞാൽ നിനക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാവും. ഇതുപോലെയാണ് ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ. അവർ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾ, ഒരുപാട് സ്വപ്നം കണ്ടവർ, അതാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒന്നും അല്ലാതെ പോകുന്നത്. അവർക്ക് ഈശോയെ മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ അതാ ഈശോയുടെ എന്താണ് ഈശോ ചെയ്യണമെന്നുള്ളത് അവർ കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾ കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ അവർ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നവരാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു സുപ്രഭാതത്തിൽ ഈശോ പറയാ, ഞാൻ ദേ കുരിശെടുക്കാൻ പോവാ, ഞാൻ മരിക്കാൻ പോവാ. ഇത് കേട്ടപ്പോൾ തകർന്നു പോയ ജീവിതമാണ് ശിഷ്യന്മാരുടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ ശിഷ്യന്മാരെ ഒന്നും നമുക്ക് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കൊന്നുകളയാൻ പറ്റില്ല. അവർ പാവങ്ങളാണ് ശരിക്കും, ഈ 12 പേരും ഇങ്ങനെയൊക്കെ. പക്ഷെ ഇത് തീർന്നു പോയപ്പോൾ അവരുടെ ജീവിതം ഇങ്ങനെ ഒന്നുമല്ലാത്ത അവസ്ഥയായിപ്പോയി. പിന്നെ ഈ ധ്യാനം കേട്ടുകൊണ്ടിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്ത് ലൈഫ് തുടങ്ങിയവരാണ്. ലൈഫ് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര സ്മൂത്തായി തുടങ്ങിയ കാര്യം, പക്ഷെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെയോ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി, നമ്മൾ വിചാരിച്ചിടത്തൊന്നും എത്തണില്ല. 75% മാർക്ക് പ്രതീക്ഷിച്ചവർ 50% ഒതുങ്ങിപ്പോയി. നമ്മൾ വിചാരിച്ച ജോലി എത്തിയില്ല, നമ്മൾ വിചാരിച്ച പോലെയുള്ള ഭാര്യനെ കിട്ടിയില്ല, നമ്മൾ വിചാരിച്ച ജോബ് കിട്ടിയില്ല, നമ്മൾ വിചാരിച്ച പ്രൊഫഷൻ കിട്ടിയില്ല, നമ്മൾ വിചാരിച്ചതൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ഇത് തന്നെയാണ് ഈ എമൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം. ഇപ്പം ഈ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ആ സമയത്ത്, നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയത്ത് അവരെ ഈശോയ്ക്ക് സമർപ്പിക്കാൻ അവർ തീരുമാനിച്ചു. എക്സെപ്റ്റ് ജൂദസ്. എന്ത് ചെയ്തില്ല? ഈശോയ്ക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചില്ല. ഈശോയ്ക്ക് സമർപ്പിക്കാതെ അവൻ്റെ ഒരു വഴി തിരഞ്ഞെടുത്തതാണ് അവൻ്റെ ജീവിതത്തിൽ ദുരന്തത്തിന് കാരണമായത്. ഇന്ന് ഈ ആരാധനയിൽ അല്ലെങ്കിൽ ഈ ടെലിറിട്രീറ്റിലുള്ള നമ്മളോട് ഈശോ പറഞ്ഞു തരുന്ന ഒരു ബോധ്യപ്രകാരമാണ്. ഇങ്ങനെ ഈ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈശോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരണേ. എൻ്റെ മക്കളോട് അച്ഛാ പറയേ, എല്ലാം തോറ്റിരിക്കണമെന്ന് പറയണ സമയത്ത് നിനക്ക് സമർപ്പിക്കാൻ പറ്റുമോ? തോറ്റിരിക്കുന്ന സമയത്തും സമർപ്പിക്കുമ്പോഴാണ് സ്നേഹമുള്ളവരെ അഭിഷേകം ഇങ്ങനെ കത്താൻ തുടങ്ങുക. ജയിച്ചിരിക്കുന്ന സമയത്ത് സമർപ്പിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്, അവളുടെ ചെമ്പ് നാണയം കർത്താവ് കണ്ടു. എൻ്റെ സ്നേഹമുള്ളവരെ, അഭിഷേകം വേണോ? ഈ തിരുവചനത്തിൽ ഈ 11 ശിഷ്യന്മാർക്കും കിട്ടിയ കൃപ എന്താ? തോറ്റിരിക്കുന്ന സമയത്തും അവർ ഈശോയുടെ കൂടെ നടക്കാൻ തീരുമാനിച്ച് സമർപ്പിക്കാൻ തുടങ്ങുകയാണ്. വേണമെങ്കിൽ അവർക്ക് പറയായിരുന്നു, ഈശോയെ ഇങ്ങനെ ഒരാളൊക്കെ മരിച്ചുപോയി, ഇനി ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി പോവാമെന്ന് പറയാതെ ഈശോയ്ക്ക് വീണ്ടും ഒരു സമർപ്പണം. ദ നെക്സ്റ്റ് സ്റ്റേജ്. നിന്റെ ജീവിതത്തിൽ സമർപ്പിച്ച ജീവിതങ്ങളാണ് നമ്മുടെയൊക്കെ. ആദ്യത്തെ സ്റ്റേജേ ആയിട്ടുള്ളൂ സ്നേഹമുള്ളവരെ. ഒരു രണ്ടാമത്തെ ഓഫറിംഗ് സ്റ്റേജിന്റെ സമയത്താണ്, ക്രൈസിസിന്റെ പെരുമഴയുടെ സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണേ. ഈ പറയുന്ന ശിഷ്യന്മാരെ പോലെ വീടും വീട്ടുകാരും നാടും നാട്ടുകാരും ഒക്കെ ഉപേക്ഷിച്ച മനുഷ്യര് അല്ലേ? പത്രോസിന് വേണമെങ്കിൽ ഒക്കെ പറഞ്ഞുകൂടായിരുന്നോ, എത്ര വിലപിടിപ്പുള്ള ആ വഞ്ചിയും വലയും ഉപേക്ഷിച്ചു പോയത്? ആ വഞ്ചിയും വലയും ഉപേക്ഷിച്ച് ദൈവത്തിന് സമർപ്പണം കൊടുത്ത ജീവിതമായിരുന്നു പത്രോസിന്റെ. അത്രയും ലക്ഷങ്ങളുടെ ചെലവുണ്ടായിരുന്ന സംഭവം വേണമെങ്കിൽ പോയി വീണ്ടും അവന് തട്ടിക്കൂട്ടിയെടുക്കായിരുന്നു. അങ്ങനെ ഒരു ചെറിയ സംഭവം നടക്കുന്നുണ്ട്. പക്ഷേ അവൻ തിരിച്ചറിഞ്ഞു, ഇത് വേണ്ട, ഈ വഞ്ചിയും വലയും ഈ കാര്യങ്ങളും എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ കർത്താവിനെ സമർപ്പിക്കാൻ തുടങ്ങുകയാണ്. അവൻ്റെ സങ്കടങ്ങളുടെ സമയത്ത് സമർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് കൃപ ഇങ്ങനെ ഒഴുക്കാൻ തുടങ്ങി. നീ ഇന്നോട്ട് പറയണം, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അടുത്തിരുന്നിട്ട് പറയണം, പൗലോസ് ലീഹ പറഞ്ഞതുപോലെ. പൗലോസ് ലീഹയുടെ ജീവിതം എടുത്തേ,
സ്തെഫാനോസ് എന്ന് പറയുന്ന മനുഷ്യനെ കൊല്ലുന്ന സമയത്ത് നീങ്ങിയിരുന്ന് ചിരിച്ച മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ അവന് കൊലപാതകം വേണം, അവനെ കൊന്നുകളയണം എന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന് കൈയടിച്ച് ചിരിച്ച മനുഷ്യനാവും. പക്ഷെ ഈശോ തൊട്ടപ്പോൾ പിന്നെ അവൻ പൂർണ്ണമായി ഈശോയ്ക്ക് കൊടുത്തു. അതാണ് സാവൂളിൽ നിന്ന് പൗലോസിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത്. എന്താണ് ആ മാറ്റം എന്ന് പറയുന്നത്? അവൻ്റെ സമർപ്പണമാണ്. ടോട്ടൽ സറണ്ടറിങ്, ടോട്ടലി സമർപ്പിക്കുകയാണ്. ടോട്ടൂസ് ടൂസ്. നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മാതാവിൻ്റെ അടുത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, അമ്മേ ഞാൻ പൂർണ്ണമായ അമ്മയ്ക്ക് ടോട്ടൂസ് ടൂസ്, മാതാവിന് സമർപ്പിച്ച് ടോട്ടൂസ് ടൂസ് എന്ന് പറഞ്ഞ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പരിശുദ്ധ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചില്ലേ? അതിൽ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അലിയാക്ക എന്ന് പറയണ മനുഷ്യൻ വെടിവെച്ചിട്ട് പോലും വെടിയുണ്ട പോലും കൊള്ളണില്ല. വെടിയുണ്ട കൊണ്ടു കഴിഞ്ഞിട്ട് അത് നെഞ്ചകത്ത് കയറേണ്ടതാണ്. പക്ഷെ മാതാവ് അത് പ്രൊട്ടക്റ്റ് ചെയ്ത് സമർപ്പിക്കുന്ന മനുഷ്യര് കർത്താവ് ഇങ്ങനെ ഏറ്റെടുക്കുന്ന കഥ. അതുകൊണ്ടല്ലേ ഇത്രയും രാജ്യങ്ങളിൽ പോയി ഇത്രയും പെട്ടെന്ന് വിശുദ്ധിയുടെ പരിവേഷം കിട്ടി വണങ്ങുന്ന അൾത്താര വണക്കത്തിലേക്ക് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ എത്തിച്ചതിൻ്റെ കഥ എന്താ? അത് പൂർണ്ണമായ ഒരു സമർപ്പണത്തിൻ്റെ കഥയാണ്. സ്നേഹമുള്ളവരെ, തിരുഹൃദയത്തിൻ്റെ മാസം നീ ഈശോയുടെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങണം. നീ ഇത്ര നാൾ പലരുടെയും കൂടെ യാത്ര ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഈ ടോക്കിൻ്റെ സമയത്ത്, ഈ ആരാധനയുടെ സമയത്ത് നീ 3 ദിവസങ്ങളായി കേട്ട കാര്യങ്ങൾ ഒന്ന് വൈൻഡപ്പ് ചെയ്തോ. ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞു ഈശോയുടെ തിരുഹൃദയത്തോട് നീ ചേർന്ന് നിന്നോ, നിന്റെ വേദനകൾ മാറുന്നതിൻ്റെ കഥകൾ യോഹന്നാൻ ചേർന്ന് നിന്നത്. രണ്ടാമത്തെ ടെലി റിട്രീറ്റിൽ അതിന് തടസ്സമായി നിൽക്കുന്ന മേഖലയാണ് നിന്റെ ജീവിതത്തിൽ ഈ വിദ്വേഷത്തിൻ്റെ വേര് അറുത്ത് കളയണം. വിദ്വേഷം മാറ്റി, ഹൃദയം കാഠിന്യം മാറ്റി ഈശോയുടെ തിരുഹൃദയത്തിന്. ഇനി 3-മത്തെ എന്താ? ഈശോയുടെ കൂടെ യാത്ര ചെയ്യണം. പറയണം മനസ്സിൽ, സാരമില്ലായേ സങ്കടങ്ങൾ മാറിപ്പോകും എൻ വേദനകൾ, മാറ്റമില്ലാത്തൊരു വാഗ്ദത്തമുണ്ടിനി, ആ നല്ല നാളുകൾ വേഗം വരും. അത് പറയാൻ നിനക്ക് മനസ്സുണ്ടാ? അത് പറഞ്ഞവരാണ് ബൈബിളിൽ കൃപയുടെ നക്ഷത്രങ്ങൾ. കൊടുക്ക്. കർത്താവിൻ്റെ ശരീരത്തിലേക്ക് നിൻ്റെ ജീവിതം ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഈശോട് പറയാം, ഈശോയെ ഞാൻ എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ്, എന്നിലുള്ള ഞാൻ അധ്വാനിക്കുന്നതിൽ നിന്ന് എൻ്റെ കർത്താവിനെ സമർപ്പിക്കണം എന്ന് പറഞ്ഞ് യാത്ര ചെയ്യുക. അതാണ് ഈ ശിഷ്യന്മാർ വഞ്ചിയും വലയും ഉപേക്ഷിച്ചു. അവരുടെ ഉണ്ടായിരുന്ന ഭാര്യ, മക്കള്, ഈ ലൗകികമായി നടന്നിട്ടുണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. അതാണ് ആ പാട്ടിൽ പറയുന്നത്, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, അമ്മാരോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. കറക്റ്റ് അല്ലേ? ഈശോയുടെ കൂടെ യാത്ര ചെയ്യുന്ന അങ്ങനെ ആനന്ദം അനുഭവിക്കുന്നവരായി തീരാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം. ദാവീദിനെ പോലെ പാടി പ്രാർത്ഥിക്കാം. ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ ആശ്രയം, എൻ്റെ പൂർണ്ണമായ എൻ്റെ ആളവേ, നിന്റെ
മുമ്പിൽ ഞാൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു ദാവീദിനെ അനുഗ്രഹിച്ച കർത്താവേ, ഈ ആരാധനയിൽ അങ്ങയുടെ സന്നിധിയിലായിരുന്നു പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദാവീദ് പറയുന്ന ഇരടികളാണിത്. കർത്താവേ, എന്റെ ദൈവമേ, നീയാണ് എന്റെ കോട്ട, നീയാണ് എന്റെ അഭയം എന്ന് പറഞ്ഞ് ദാവീദ് പ്രാർത്ഥിച്ച സമയത്ത് ദാവീദിന്റെ ദൈവമായ കർത്താവ് മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ദാവീദിനെ അനുഗ്രഹിക്കാൻ വന്നതുപോലെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കാൻ മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളി വരുന്ന അനുഗ്രഹീത നിമിഷം പാടി പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹത്തിന് വേണ്ടി. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ, സ്തുത്യൻ തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ, സ്തുത്യൻ തന്നാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭു താൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭു താൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം. എല്ലാവരും ചേർന്ന് യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം. എല്ലാവരും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി. കർത്താവേ, അങ്ങയുടെ ശൈലവും അങ്ങയുടെ കോട്ടയും എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്ന, എനിക്ക് അഭയം നൽകുന്ന കോട്ടയും ശൈലയുമാണെന്ന് കർത്താവേ ദാവീദിനെ പോലെ പറഞ്ഞു. ഇപ്പോൾ ദൈവത്തിന്റെ ഒരു കോട്ട ഇപ്പോൾ നമുക്ക് ചുറ്റും കെട്ടട്ടെ. സ്വർഗത്തിൽ അനേക മാലാഖമാര്, ക്രോവേന്മാര്, ശ്രാപ്പേന്മാര്, മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേൽ, വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റഫായേൽ മാലാഖമാരെ ഇപ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കാൻ മാലാഖമാരോടൊപ്പം പരിശുദ്ധ മറിയമേ, റോസാ മിസ്റ്റിക്ക മാതാവേ, വേളാങ്കണ്ണി മാതാവേ, കുരുക്കഴിക്കുന്ന മാതാവേ, ലൂർദ് മാതാവേ, ഫാത്തിമ മാതാവേ, അന്ന് ഇടപെട്ടതുപോലെ അമ്മയുടെ മകനോട് എന്റെ കണ്ണീര് ഒന്ന് പറഞ്ഞ് എനിക്ക് ഒരു സൗഖ്യം പരിശുദ്ധ മറിയം വഴി നിന്റെ മകന്റെ സാന്നിധ്യത്താൽ എനിക്കൊരു കോട്ടയും ഒരാശ്രയവുമായി ദൈവമേ നീ മാറുന്ന ഒരു അനുഭവം പരിശുദ്ധ മറിയം വഴി എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിനെ സ്തുതിക്കുന്നു, യേശുവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദാവീദിന് ലഭിച്ചതുപോലൊരു അഭിഷേകം. താവേ, ഒരു വലിയ പ്രതിസന്ധിയുടെ മധ്യേ നിൽക്കുന്നവർക്ക് വലിയ പ്രതിസന്ധികൾ, വലിയ ക്രൈസിസുകൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവര് അനുഗ്രഹിക്കാൻ കർത്താവ് ഈ സമയത്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇരുകരങ്ങളും ഉന്നതങ്ങളിലേക്ക് ഉയർത്തി ക്രൈസിസ് കർത്താവിനെ അറിയിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, 852 മനുഷ്യര് അവര് പറഞ്ഞു, ബാൽ ദൈവത്തിനാണ് ശക്തി. നിന്റെ ദൈവം ഒരു കോട്ടയായോ ഒരു ശൈലമായോ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോണില്ല. ഈ കാണുന്ന ബാൽ ദൈവമാണ് വലുതെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി നിന്ന് ഒരു മനുഷ്യനെ ഇങ്ങനെ പിച്ചിച്ചീണ്ടാൻ നിൽക്കുന്ന ഒരു രംഗമുണ്ട് പഴയ നിയമത്തില്. അവന്റെ പേര് ഏലിയാന്നാണ്. ഏലിയായോട് പറഞ്ഞു, നിന്റെ ദൈവമല്ല യഥാർത്ഥത്തിലുള്ള ദൈവം, ഞങ്ങളുടെ ദൈവം ബാൽ ദൈവം, അഷാരയുടെ ദൈവം എന്നൊക്കെ പറയുന്ന ദൈവമാണ് എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഈ മനുഷ്യനെ ഇങ്ങനെ ഒരു വലിയ ക്രൈസിസിലേക്ക് തള്ളിയിടുകയാണ്. ഒരു വലിയ ക്രൈസിസ്. ഒരു പക്ഷേ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഏതൊക്കെയോ ക്രൈസിസ് ആയിട്ടാണ്.
ഇവിടെ നിൽക്കുന്നവര്, ഈ ശുശ്രൂഷയിലായിരിക്കുന്നവര്, അച്ഛൻ്റെ ജീവിതത്തിൽ എല്ലാം ക്രൈസിസ് ഉണ്ട്. അതെങ്ങനെ വന്നു എന്ന് നമുക്കൊന്നും അറിയില്ല. എവിടെ നിന്നാണ് വന്നേ നമ്മൾ അറിയില്ലേ. പോകുന്ന വഴിയിൽ അച്ഛാ, പിന്നെ രാവിലെ അച്ഛനൊരു കോൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ കർത്താവ് അത്ഭുതകരമായി ഇടപെട്ടു. ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞേ, ഒരു പട്ടി മുന്നിലേക്ക് ചാടി തീർച്ചതാ, പക്ഷെ ഞങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് വന്നതുകൊണ്ട് തല പോയി കല്ലിൽ പോയി ഇടിക്കാതെ അതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ കർത്താവേ, ഞങ്ങളിങ്ങനെ ഉള്ളം കയ്യിൽ താങ്ങി എന്നൊക്കെ പറഞ്ഞൊരു സാക്ഷ്യം എന്ന് പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ പെട്ടെന്ന് കടന്നു വരും. ഇതുപോലെ ഈ പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഇങ്ങനെ വരികയാണ്. ഏലിയാ പ്രവാചകന്റെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നം 852 പേര് ചേർന്നുണ്ടാക്കിയ പ്രശ്നം. ഇതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് അറിയാതെ ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. അവനോട് പറഞ്ഞു, ഇപ്പോ ഈ പ്രശ്നം ഒരു ഉത്തരം കിട്ടണമെങ്കിൽ ബാൽ ദൈവത്തിന് വേണ്ടി ഒരു പൂജ ചെയ്യുന്ന ഒരു സ്ഥലവും, ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയണം നീ പറയുന്ന ഇപ്പോൾ പാടി പ്രാർത്ഥിച്ചതുപോലെ കോട്ടയാണ്, ശൈലമാണ്, ആശ്രയമാണ് എന്ന് പറയുന്ന യഹോവയായ ദൈവത്തിനും ഒരു അഗ്നി കൊണ്ടുള്ള ഒരു 2 ബലിപീഠം നിർമ്മിക്കാം. അതിൽ അഗ്നി ഇറങ്ങി വന്ന് അത് കത്തിക്കുന്ന ദൈവമാണ് യഥാർത്ഥത്തിലുള്ള ദൈവം. മഴ പെയ്യാത്ത 12 വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. 12 വർഷമായി നാട്ടിൽ മഴ പെയ്തിട്ടില്ല. 852 പേര് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് മഴ പെയ്യുമെന്ന്. പക്ഷെ നീ ഒറ്റയ്ക്ക് പറയണു നിന്റെ ദൈവമായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചാലാണ് മഴ പെയ്യാന്ന്. ഈ 2 കാര്യത്തിനും നിനക്ക് ഉത്തരം തരാൻ പറ്റുമെങ്കിൽ ഇസ്രായേലിന്റെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കും. സ്നേഹമുള്ളവരെ, ഒരു ക്രൈസിസിന്റെ മുൾമുനയിൽ ഏലിയാ പ്രവാചകൻ തനിച്ചായി. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാ, തനിച്ചായി പോകുന്ന അവസ്ഥകൾ. 852 കരങ്ങൾ ഇങ്ങനെ ചൂണ്ടി 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 ഇങ്ങനെ ഇവനിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ആരോടൊക്കെയോ ഈശോ പറയുന്നുണ്ട്, നിന്നെ മറ്റുള്ളവർ തീർക്കുന്ന ക്രൈസിസിന്റെ മുൾമുനയിൽ നിൽക്കുന്നവനാണോ നീ? തിരിഞ്ഞ് പുറകോട്ട് നോക്കാനോ മുന്നിലേക്ക് നോക്കാനോ പറ്റാത്ത രീതിയിലുള്ള പ്രതിബന്ധങ്ങളുടെ ചെങ്കടലിന്റെ നടുവിലാണോ നീ നിൽക്കുന്നത്? എലിയ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് there is no other option, only one option. There is only one option. ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതെന്റെ ഇപ്പോൾ പാടി പ്രാർത്ഥിച്ച ഈ എൻ്റെ ഏക ദൈവമായ കർത്താവായ മിശിഹായ്. എൻ്റെ കർത്താവാണ് ഏക ദൈവം. അവന്റെ മുമ്പിൽ ഈ പറയുന്ന നാണം കെടുത്തിയവരുടെ മുമ്പിൽ ഇങ്ങനെ മുട്ടൂത്തി കരഞ്ഞിങ്ങനെ വിളിച്ചു, കർത്താവേ, ഉന്നതങ്ങളിൽ നിന്ന് മഴ വർഷിക്കുന്ന എൻ്റെ ദൈവമേ, നീ ഇറങ്ങി വാ. ഈ 852 മനുഷ്യരുടെ മുമ്പിൽ ഞാൻ തോറ്റു പോകുന്ന ഈ സന്ദർഭത്തിൽ you can solve this problem. Only you can. ഈ ആരാധനയിൽ ആരോടൊക്കെയോ ഈശോ പറയുന്നുണ്ട്, എൻ്റെ മക്കളെ, ഈശോയോട് ഇങ്ങനെ പറയാ, you can solve this problem. Only you can. ഇതൊക്കെ വന്നിട്ട് പറയാറുണ്ട്, അച്ഛാ ഡോക്ടർമാര് കൈവിട്ടു, ഇനി ഒരു സാധ്യതയില്ല എന്ന് പറയണ സമയത്ത് സ്നേഹമുള്ളവരെ, കഴിഞ്ഞ വർഷം ജൂലൈ 13-ാം തീയതി പരിശുദ്ധ അമ്മയുടെ റോസാമിസ്റ്റിക്ക മാതാവിന്റെ തിരുനാളിന്റെ ദിവസം, അതിന്റെ തലേ ദിവസം ഇങ്ങനെ ഒരു മകനെ കാണാൻ പോയിരുന്നു. തൃശ്ശൂർ സൺ ഹോസ്പിറ്റലില് മരണാസന്നനായി കിടക്കുന്ന ഒരു മോൻ, 10-11-ാം നിലയുടെ മുകളിൽ നിന്ന് വീണ് ഫുള്ളി പാരലൈസ്ഡ് ആയിട്ട് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു മകൻ. ഞാൻ അവിടെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും പറഞ്ഞു, അച്ഛാ മണിക്കൂറുകളുടെ ഉള്ളിൽ തീരും, ഇനി ഒരു സാധ്യതയില്ല, ഞങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിൽ ഒന്നുമില്ല. ആ മോനെ അവർ നോക്കണ പോലും ഇല്ല, കാരണം ഇനി ഇത് നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മെഡിക്കലൈസിലുള്ള ബാക്കിയുള്ളവരെ ശുശ്രൂഷിക്കുകയാണ്. എൻ്റെ ഇടവകയിലുള്ള ആൻഡോ എന്ന് പറയണ ചേട്ടനെ നോക്കാൻ ആരുമില്ല, കാരണം അത് മരിച്ചവനാ. പുറത്തേക്ക് ഇറങ്ങിപ്പോയി പുത്തൻപള്ളിയിൽ അവിടെ ഇങ്ങനെ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിരിക്കണ സ്ഥലത്തിരുന്ന് കരഞ്ഞ് ആൻഡോ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു. രാത്രി ഞാനും എൻ്റെ മക്കള്, അനിയന്മാരുണ്ട് എനിക്ക്, 3-4 പേര്, എൻ്റെ ഇടവകയിലുള്ള മക്കള് ഫൈജോ, മാനുവേല്, 3-4 പേര് ഇരുന്നിങ്ങനെ കരയാൻ തുടങ്ങി. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് തൈക്കാട്ടുശ്ശേരി പള്ളിയിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് സ്നേഹമുള്ളവരെ ഇങ്ങനെ കരഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയെ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളല്ലേ ഇന്ന്, ഈ പാതിരാമുതല് നാളെ നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവമക്കളെ, ഏലിയാ പ്രവാചകൻ ഇതുപോലെ ദൈവത്തിന്റെ മുമ്പിൽ കൈവിരിച്ച് പിടിച്ച്, എൻ്റെ ദൈവമേ, 12 വർഷമായിട്ട് മഴയില്ലാത്ത ഈ മണ്ണിൽ മഴ പെയ്യിക്കാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഈ പറയുന്ന ബാൽ ദൈവത്തിനല്ല, എൻ്റെ കർത്താവിൻ്റെ ബലിപീഠത്തിലാണ് അഗ്നി ഇറക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് മഹത്വത്തിൻ്റെ ഒരു അഗ്നി പറന്നിറങ്ങി. എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഈ ചേട്ടനോട് ഞാൻ ഈ സമയത്ത് പറഞ്ഞിട്ടില്ല, ഈ പാട്ട് പാടുന്ന ചേട്ടനോട്, ചേട്ടാ ഈ പാട്ട് പാട്, മഹത്വത്തിൻ്റെ ഗീതം പാട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവർക്ക് ചോദിക്കാം. പക്ഷേ ഈ ചേട്ടൻ പാടിക്കഴിയുമ്പോഴേക്കും എൻ്റെ കർത്താവ് തന്ന തിരുവചനം ഇങ്ങനെയാണ്: മഹത്വത്തിൻ്റെ ആത്മാവ് ഇവിടെ വരും. അതാണ് എഴുതിയിരിക്കുന്നത്. വചനം ഏതാണെന്നറിയോ? 1 പത്രോസിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ തിരുവചനങ്ങൾ 14. മഹത്വത്തിൻ്റെ ആത്മാവ്, അതാണ് മഹത്വത്തിൻ്റെ ആത്മാവ്. മഹത്വത്തിൻ്റെ അഗ്നി ഇറങ്ങി. കണ്ടു നിന്നിരുന്ന മനുഷ്യര് മുഴുവൻ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങി. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ക്രൈസിസിലാക്കിയ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ഇങ്ങനെ ദൈവം ഇങ്ങനെ അഗ്നി ഇറക്കി വരണ, അഗ്നി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇവര് നോക്കി നിൽക്കുന്ന സമയത്ത് ഈ അഗ്നി ഇങ്ങനെ എവിടെ പോകുന്നു മനസ്സിലാവണില്ല. 852 പേര് നിൽക്കുന്ന സ്ഥലത്തേക്കല്ല അഗ്നി പോയത്. എൻ്റെ ദൈവമായ കർത്താവിനെ വിളിച്ച, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച ഏലിയായുടെ അടുത്തേക്ക് ആ വലിയ പ്രകാശം വന്ന് അവന്റെ ബലിപീഠത്തിൽ അത് കത്തിച്ച് അത് ചാമ്പലാക്കി പറഞ്ഞു: ഇതാണ് യഥാർത്ഥ സത്യദൈവം. സത്യത്തിന്റെ ആത്മാവ്, മഹത്വത്തിന്റെ ആത്മാവാണ് തീജ്വാലയായി കത്തിപ്പടരുന്നത് എന്ന്. മിനിറ്റുകൾ കഴിഞ്ഞ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എലിയാ പറഞ്ഞു: കർത്താവേ ഇവിടെ നശിക്കാണ്, വെള്ളമില്ലാതെ മരുഭൂമി അനുഭവങ്ങൾ മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച്, വേനൽ അല്പം വൈകിയ മെയ് മാസത്തെ ചൂട് അനുഭവിച്ചവരാണ് നമ്മൾ. മെയ് മാസത്തിൻ്റെ പൊള്ളുന്ന ചൂടിൻ്റെ നിറവിൽ നിൽക്കുന്ന സമയത്ത് ഒരു പുതുമഴ പെയ്താൽ എത്രയോ മനസ്സ് കുളിരും. അങ്ങനെയാണെങ്കിൽ 12 വർഷമായിട്ട് മഴ പെയ്യാതിരുന്ന ഒരു നാട്ടില് ഇനി മഴ ദൈവങ്ങള് വിട്ടുപോയി എന്ന് പറയുന്ന നാട്ടില് ഏലിയ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവനിങ്ങനെ വന്നു. മഴയായി, എൻ്റെ ദൈവം മഴയായി വന്നു. മഴയായി വന്ന് ഓരോ തുള്ളിയും അവിടെ വീഴാൻ തുടങ്ങി. 1 തുള്ളി, 2 തുള്ളി, 3 തുള്ളി. അതാ മഴ ഇങ്ങനെ പെരുമഴയാകുന്നു. മഴയിൽ സമൃദ്ധി നിറയുന്നു. അവിടെ വീണ മഴത്തുള്ളികളിൽ നിന്ന് പുതിയ പുതിയ നാമ്പുകൾ രൂപപ്പെടാൻ തുടങ്ങുന്നു. ആ ജനം ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാൻ തുടങ്ങുന്നു. എൻ്റെ ദൈവമക്കളെ, കരുണാർദ്രം തിരുഹൃദയം എന്ന് പറയണ ഈ പ്രോഗ്രാമിൽ, ഈ ആരാധനയിൽ പങ്കെടുക്കാൻ നിന്നെ ഈശോ തെരഞ്ഞെടുത്തുകൊണ്ടത് മാത്രമാണ് ഈ സമയത്ത് എത്തിയത്. ഞാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നമ്മൾ ആരും യോഗ്യരല്ല. ചില സ്വരമില്ല. ഈ ഒരു പ്രോഗ്രാം 1.5 മണിക്കൂറാണെന്ന് പറഞ്ഞാൽ ഞാൻ വന്നേനില്ല. അത്ര സ്വരമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന സമയമാണ്. പക്ഷെ ഇതിൽ ആർക്കൊക്കെയോ വേണ്ടി ഈശോ പറയുന്നുണ്ട്: നിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ജീവിതത്തിന്റെ നടുവിൽ നീ ഈശോയെ സഹനമെടുത്ത് സ്തുതിക്കാൻ തുടങ്ങിയ വാക്കൊന്ന് സൂക്ഷിച്ച മക്കളെ. സഹനമെടുത്ത് നീ സ്തുതിക്കണം. നിന്റെ AC മുറിയിലിരുന്ന് നിന്റെ സമൃദ്ധിയുടെ നടുവിലിരുന്നല്ല സ്തുതിക്കണ്ടേ, നിന്റെ സഹനങ്ങളുടെ മധ്യേ നിന്ന് സമർപ്പിച്ച് അവനെ സ്തുതിക്കാൻ ആഗ്രഹിക്കുക. നന്ദി എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് മനം കുളിരെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതാണ് ഏലിയ ചെയ്തത്. എൻ്റെ കർത്താവേ, എനിക്ക് ദുരന്തങ്ങളാണ് നീ നൽകുന്നതെങ്കിലും I will praise. കണ്ണീരിന്റെ മാനത്ത് എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുമ്പോൾ എൻ്റെ കണ്ണീര് ആനന്ദത്തിന്റെ കണ്ണീരാക്കി അവിടുന്ന് മാറ്റുമെന്ന് ഞാൻ തിരിച്ചറിയും. എൻ്റെ ദൈവമക്കളെ, ഈ ആരാധനയിൽ നീ പ്രാർത്ഥിച്ചോ. നിന്റെ ക്രൈസിസുകൾ ഇപ്പൊ ഏൽപ്പിക്കീശോണ്ട്. ആ ക്രൈസിസുകളെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങും. നമ്മൾ ഇനി ഒരു ഈരടി പാടാൻ പോവാണ്. ഈശോയുടെ അടുത്ത് പറഞ്ഞിട്ട് ഈശോയെ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. നന്ദി അത് മത്തിയെ നോക്ക്. നന്ദി കൊണ്ട് നമ്മൾ പണ്ടൊക്കെ പാടുന്നൊരു പാട്ടില്ലേ, കർത്താവേ നന്ദി കൊണ്ട് എൻ്റെ മനം നിറയുന്നു. സ്തോത്രഗാനത്തിൻ പല്ലവികള് ആണ് ദാവീദ് പാടിയത്. നമുക്കിന്ന് നന്ദിയുടെ ഈരടി പാടും. നന്ദിയുടെ ഈരടികൾ സ്വർഗം നൽകിയൊരു സമ്മാനമാണ് ഈശോ. ദൈവപിതാവിന് നന്ദി പറ. ഈശോനെ എനിക്ക് നൽകിയതിന് ഒരുപാട് സ്നേഹം ഉള്ളിലൊതുക്കി താങ്ങുവാൻ പറ്റാതെ ദൈവം തൻ്റെ മകനായ മിശിഹായെ നമുക്ക് നന്നാണ്. ആ മകനാണ് അവൻ്റെ ഹൃദയം ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ നമുക്ക് തരണം. ആരെങ്കിലും ചെയ്യൂ സ്നേഹമുള്ളവരെ? ആരെങ്കിലും ചെയ്യുമോ? Nobody, only Christ.
ഈശോയ്ക്ക് മാത്രമാണ്. നന്ദി നന്ദി ആമേൻ. നാഥ, അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ യേശുവേ 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 നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ. സ്നേഹിതരെ, നമ്മൾ ഈ ഇരടികൾ ഏറ്റുപാടാൻ തുടങ്ങാണ്. ഇപ്പോൾ പാടിയതുപോലെ നമ്മൾ നന്ദി പറയാൻ പോവാണ്. ചില ആ രാത്രി ഓർമ്മയുണ്ട്, ഇങ്ങനെ ക്രൈസിസിന്റെ മുൾമുനയിൽ മരിക്കാൻ കിടക്കുന്ന ഒരു മോനെയൊക്കെ മുന്നിൽ നിർത്തിയിട്ട് അവിടെ കിടന്ന് എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ നന്ദി, ആൻ്റെ ചേട്ടനെ ഓർത്ത് നന്ദി പറയണു, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ കഴിവ് തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ആ രോഗശയ്യയിൽ കിടക്കുന്ന സഹോദരനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സ്നേഹിതരെ, ആ പാതിരാക്കി ആ മരണത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞിരുന്ന ജനത ഒരു പ്രകാശം കണ്ടു എന്ന് തിരുവചനത്തിൽ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ കൺമുമ്പിൽ കണ്ടു. രാവിലെ നേരം വെളുക്കുമ്പോൾ കാണുന്നത് ഇപ്രകാരമാണ്: മരിച്ച മനുഷ്യൻ എഴുന്നേൽക്കാൻ തുടങ്ങാണ്, അവൻ്റെ നാഡീഞരമ്പുകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി നിറയാൻ തുടങ്ങാണ്, മഹത്വത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, അവൻ ഉണർവുള്ള മനുഷ്യനായി മാസങ്ങൾ കഴിയുമ്പോൾ ഇപ്പം നല്ല ജോലിക്കാരനായി അവനെ ജോലി ചെയ്യുമ്പോൾ, കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണി പള്ളിയിൽ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആൻഡോ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛ, ഞാനവിടെ വേറെ കാര്യം പറയാം, കർത്താവിന് നന്ദി പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതല്ല സ്നേഹമുള്ളവരെ, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാലൊക്കെ അറിയാം, ഈ മനുഷ്യൻ അവിടെ വന്ന് നിൽക്കുക. എന്നിട്ട് ഇദ്ദേഹം പറയാം, വേളാങ്കണ്ണി മാതാവിൻ്റെ മാധ്യസ്ഥത എൻ്റെ കുടുംബം പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ മരണത്തിൻ്റെ കിടക്കയിൽ എൻ്റെ കെട്ടിയോൻ കിടക്കുമ്പോൾ ഞാൻ അവിടെ നീങ്ങിയിരുന്നു മെഡിക്കൽ ICUയുടെ അറ്റത്തിരുന്ന് കരഞ്ഞിട്ട് എൻ്റെ ഈശോയോട് പറഞ്ഞു, ലാസറിനെ ഉയർപ്പിക്കാൻ കഴിവുള്ള എൻ്റെ ഈശോയെ, എൻ്റെ ജീവിത പങ്കാളിയെ ഉയർപ്പിക്കേ, നന്ദി പറയണോ, എൻ്റെ ജീവിത പങ്കാളിയെ തന്നതിന് നന്ദി പറയണോ എന്ന് പറഞ്ഞ് സ്നേഹമുള്ളവരെ, ആ സഹോദരി ആ രാത്രി മുഴുവൻ മെഡിക്കൽ ICUയുടെ അടുത്തിരുന്ന് അപ്പുറത്ത് മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ സമർപ്പിച്ചിട്ട്, ലാസറിനെ ഉയർപ്പിക്കാൻ കഴിവുള്ള എൻ്റെ ഈശോയെ, എൻ്റെ ജീവിത പങ്കാളിയെ നീ ഉയർപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റുപറയുന്നു, നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് രാവിലെ ആകുമ്പോൾ ലാസറിന്റെ കുഴിമാടത്തിൽ വന്ന് അവന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റി അവനെ ഉയർത്തിയ അതേ കർത്താവിന്റെ സാന്നിധ്യം ഈ മകന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു എന്ന് ആ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ രോഗപീഠകളുടെ സഹനങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന മനുഷ്യര് ഇപ്പോൾ ആരാധിക്കട്ടെ. സഹനങ്ങളുടെ ചിതയിൽ കിടന്ന് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി ഇപ്പോൾ ഈ ഇരടികൾ ഒരിക്കൽ കൂടെ പാടി, കർത്താവേ, ഈ സഹനങ്ങൾ, എൻ്റെ രോഗങ്ങളുടെ സഹനങ്ങൾ, രോഗാവസ്ഥയുടെ സഹനങ്ങൾ, മരുന്ന് കഴിച്ച് എൻ്റെ ജീവിതം തീർന്നു എന്ന് പറയുന്നവര്, ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് നടത്തുന്നവര്, ക്യാൻസർ ബാധയുടെ ഓരോ റേഡിയേഷനും കഴിഞ്ഞ് അതിൻ്റെ വേദനയുടെ മുൾമുനയിൽ കഴിയുന്ന മക്കള് ഈ സമയത്ത് ഈ ആരാധനയിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ലാസറിനെ എഴുന്നേൽപ്പിച്ച കർത്താവ് ഏലിയായുടെ ജീവിതത്തിൽ ആ വിധവയുടെ മകനെ എഴുന്നേൽപ്പിച്ച കർത്താവ് ഇതാ ഈ ആരാധനയിൽ നിന്നെ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടി പ്രാർത്ഥിക്കാം. യേശുവേ, നന്ദി നന്ദി നാഥ, ആമേൻ. പാടി പ്രാർത്ഥിക്കട്ടെ എല്ലാവരും. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ, ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് അളവില്ല സ്നേഹത്തിനാ. 耶稣。
സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ. സ്നേഹമുള്ള ദൈവമക്കളെ, വീണ്ടും ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കിടപ്പ് രോഗികൾക്ക് നിങ്ങൾ ഈ ആരാധന കാണിക്കണം. ഇത് യൂട്യൂബിലൊക്കെ വരുന്ന സമയത്ത്, നിങ്ങൾ ടി വിയിൽ കാണുമ്പോഴൊക്കെ ഇത് ഏറ്റെടുത്ത് വരും ദിവസങ്ങളിൽ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ആരാധനയിൽ കൂടുന്ന ദൈവമക്കൾക്ക് ഈശോ അത്ഭുതകരമായ ഹീലിംഗ് നൽകുന്നതാണ് പറഞ്ഞത്. ഇത് അച്ഛൻ്റെ കഴിവോ ഇത് പാട്ടുകാരൻ്റെയോ ഈ ഗ്രൂപ്പിൻ്റെ കഴിവോ അല്ല. ഈശോ വന്നിട്ടുണ്ട്. ഈശോ വന്നിട്ട് പറയാണ്, എൻ്റെ മക്കൾ കെടുക്കുന്നത് എനിക്ക് കണ്ട് മതിയായി. എൻ്റെ മക്കൾ കെടുക്കാനുള്ളവരല്ല, അവർ എഴുന്നേൽക്കാനുള്ളവരാണ്. ബെത്സൈദ കുളക്കരയിലെ രോഗിയെ എഴുന്നേൽപ്പിച്ച കർത്താവ്, ആ ബർത്തിമേയുസിന്റെ കാഴ്ച വീണ്ടുകൊടുത്ത് അവൻ അനുഗ്രഹിച്ച കർത്താവ്, പുരമുകളിൽ നിന്ന് ഇറക്കിയ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടത്തിയ കർത്താവായ ദൈവം മരിച്ചവനെ ആ ശവമഞ്ചത്തിന്റെ അടുത്ത് പോയി ശവമഞ്ചത്തിൽ തൊട്ട് ആ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ശവമഞ്ചത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു സൗഖ്യത്തിന്റെ കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എനിക്കൊരു സൗഖ്യം വേണം, ഒരു സൗഖ്യം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ശക്തി, the healing power is emerging. യേശുവിന്റെ സൗഖ്യത്തിന്റെ ശക്തി നിറയട്ടെ. വെളിപാട് 22-ാം അധ്യായം 12-ാം തിരുവചനം. ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനം ഞാൻ കൊണ്ടുവരുന്നു. സ്വർഗത്തിന്റെ ദൈവം ഒരു സമ്മാനം കൊണ്ടുവരുന്നത് എന്താണെന്നോ? നിനക്കൊരു സൗഖ്യമാണ് അവൻ കൊണ്ടുവരുന്ന സമ്മാനം. 22 വെളിപാട് 22. എന്റെ മക്കളെ, കരങ്ങൾ ഉയർത്തി ഈശോയോട് പ്രാർത്ഥിക്കേ. വെളിപാട് 22-ൽ പറയുന്ന സമ്മാനം എന്റെ ദൈവമേ എനിക്ക് തരണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എനിക്കത് തരണമേ. രോഗിയായി ആശുപത്രിയിൽ കഴിയുന്ന ചില മക്കള്, അബോധാവസ്ഥയിൽ കഴിയുന്നവര്, ഐസിയുടെ വരാന്തയിൽ നിന്ന് കരഞ്ഞ് കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില മക്കളുടെ കണ്ണീര് ഈശോ കണ്ട് ഒരു സമ്മാനം, സ്വർഗത്തിന്റെ സമ്മാനം അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവേ സ്തുതിക്കുന്നു. അമ്മ മറിയം ഈ സമയത്ത് അമ്മയുടെ നല്ല പ്രസൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മ ഇങ്ങനെ വന്ന് അമ്മയുടെ നീല മേലങ്കി കൊണ്ട് അവരെ പൊതിഞ്ഞ് ഈശോയുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. ഓ മകനായ മിശിഹായെ ഇങ്ങനെ മാറിലേച്ചതുപോലെ മുറിഞ്ഞ നിന്റെ ജീവിതത്തെ പരിശുദ്ധ അമ്മ ഇങ്ങനെ കയ്യിലെടുത്ത് ഈശോയുടെ തിരുഹൃദയത്തിനടുത്ത് കൊണ്ടുവയ്ക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിനടുത്ത് വയ്ക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ തിരുരക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ അതിങ്ങനെ കയ്യിലേക്കാണ്. ഈശോയുടെ മകന്റെ തിരുരക്തം ഇങ്ങനെ കയ്യിലെടുത്ത് നമ്മളുടെ രോഗം നിറഞ്ഞ അവസ്ഥയിൽ, നിന്റെ കണ്ണിനാണോ കാഴ്ചക്കുറവ്, പരിശുദ്ധ അമ്മ നിന്റെ കണ്ണിൽ ഈശോയുടെ തിരുരക്തം തെളിച്ച് അമ്മ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ബ്രെയിനിൽ ബ്രെയിൻ ട്യൂമർ ആണോ, നിന്റെ ശിരസിൽ പരിശുദ്ധ അമ്മ ആ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തം ഇങ്ങനെ എടുത്ത് മാറിലേറ്റിയ നിന്റെ ബ്രെയിനിലേക്ക് അവന്റെ രക്തത്തുള്ളികൾ ഒഴുക്കി നിന്റെ മകന്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് അവൾ പറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ നിന്നെ പരിശുദ്ധ മറിയം ഇതാ കുളിപ്പിക്കുന്നു. അവന്റെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിന്റെ വലിയ ശക്തിയാൽ ഇപ്പോൾ ബ്രെയിൻ ട്യൂമറുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയം അമ്മയുടെ വലിയ മാധ്യസ്ഥത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ മറിയമേ, ലോകത്തിന്റെ അമ്മയായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി സഹായമായി നിൽക്കുന്ന പരിശുദ്ധ അമ്മേ, അമ്മയുടെ മകനെ മാറിലേറ്റിയതുപോലെ എല്ലാ രോഗികളെയും മാറിലേറ്റി ആ മക്കളുടെ വേദന അമ്മ കാണുന്നതിനെ ഓർത്ത് സ്വർഗത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കാൽമുട്ടിലെ വേദനകള്, ഉദരസംബന്ധമായ വേദനകള്, ഡയാലിസിസ് രോഗികള് ഇതാ പരിശുദ്ധ മറിയത്തിന്റെ മടിയിലേക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഓ കുത്തിത്തുറന്നൊര ആ മാറിലേ തിരുച്ചോരയാൽ എന്നെ കഴുകേണമേ. കുത്തി മുറിവേൽപ്പിച്ചിടുമ്പോഴും ക്രൂശിതനേ നീയൻ ആശ്രയമേ. കുത്തിത്തുറന്നൊര ആ മാറിലേ തിരുച്ചോരയാൽ എന്നെ കഴുകേണമേ.
കുത്തി മുറിവേൽപ്പിച്ചിടുമ്പോഴും ക്രൂശിതനേ നീ എന്നാശ്രയമേ. Healing power, heal, divine healing. സൗഖ്യത്തിൻ്റെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. സൗഖ്യത്തിൻ്റെ മഴയുടെ ചൂട്. മഴ പെയ്യുമ്പോൾ മഴയിലേക്ക് ഇറങ്ങുന്ന, കണ്ണും പൂട്ടി ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ പോലെ ഈശോയുടെ സൗഖ്യത്തിൻ്റെ മഴ പെയ്യുന്ന ഈ കൃപയുടെ സമയത്ത് കരുണാർദ്രമായി ഒഴുകുന്ന അവൻ്റെ സ്നേഹത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ ആ മഴയിലേക്ക് ദൈവമക്കളെ നമുക്ക് ഇറങ്ങാം. അതിൽ സ്നാനം ചെയ്യുമ്പോൾ ഉള്ളിൽ നിറയെ ആനന്ദമാകട്ടെ, ഉള്ളിൽ നിറയെ ആനന്ദമാകട്ടെ, ഉള്ളിൽ നിറയെ ആനന്ദമാകട്ടെ. ആരിൽ ആരുമില്ലാതെ തേങ്ങും നേരത്തൻ നാഥൻ മാർവിൽ ചേർത്തെന്നെ ഈശോ നൽകും തൻ പ്രാണനെന്നും. പാരിൽ ആരുമില്ലാതെ തേങ്ങും നേരത്തൻ നാഥൻ മാർവിൽ ചേർത്തെന്നെ ഈശോ നൽകും തൻ പ്രാണനെന്നും. ദൈവമക്കളെ, ഈശോ ഈ സമയത്ത് പറയാണ്, അച്ഛൻ ഇങ്ങനെ ഒരു പുതിയ പോയിന്റ് ഒക്കെ എടുത്ത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ചില പ്രത്യേകതകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ വന്ന് ഇന്നലെ രാത്രിയൊക്കെ ഒരേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ഈശോ ഇന്ന പോയിന്റ് ഈശോ എൻ്റെ അടുത്ത് പറഞ്ഞ്, എൻ്റെ സ്റ്റാഴ്സിന് അച്ഛാ, എന്തിനാണ് അച്ഛനുണ്ടാക്കുന്ന പോയിന്റ് ഒന്നും അല്ലല്ലോ അവർക്ക് വേണ്ടത്, ഞാൻ കൊടുക്കുന്ന ഹീലിംഗ് അല്ലേ അവർക്ക് വേണ്ടത്. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ, ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് എന്നിട്ട് ഈശോ പറയാണ്, എൻ്റെ മക്കളോട് പറ, ഈ ആരാധന കൂടുന്നവർ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്, ക്രൈസിസിന്റെ മുൾമുനയിൽ നിൽക്കുന്നവര്. അച്ഛനിങ്ങനെ പഴയ നിയമത്തിൽ ജോസഫിനെ കാണിച്ചു തരാം. ജോസഫ് അനുഭവിച്ചതുപോലെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവര്. ജോസഫിന്റെ പ്രശ്നം എന്തായിരുന്നു? അവന്റെ മുമ്പിൽ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവനൊരു സാധ്യതയായിരുന്നു, പാപത്തിലേക്ക് വീഴാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. എന്താണ്? പൊത്തീഫറിന്റെ ഭാര്യ ഇങ്ങനെ ഈ മകനെ ഇങ്ങനെ വശീകരിക്കുന്ന ഒരു അനുഭവം. അവനിങ്ങനെ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ സഹനം ഉണ്ടായിരുന്നില്ല, സുഖിച്ച് ജീവിക്കാമായിരുന്നു. ഒരുപക്ഷെ ആ പൊത്തീഫറും ഒക്കെ അവനൊരു പുതിയൊരു അനുവാദമൊക്കെ കൊടുത്ത് നല്ലതായി തീർന്നേനെ, ശരീരത്തിൻ്റെ സുഖം കിട്ടിയേനെ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി അവനിങ്ങനെ വളരെ വളരെ സിമ്പിളായിട്ട് ലൈഫ് ഇങ്ങനെ സുഖിക്കായിരുന്നു. ഈശോ എൻ്റെ അടുത്ത് പറയാണ്, ഈ ആരാധനയിൽ നിൽക്കുന്ന ചില മക്കളോട് അച്ഛൻ പറയണം, ശരീരത്തിൻ്റെ സുഖങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സമർപ്പിക്കുകയും. അവൻ സമർപ്പിച്ചത് അങ്ങനെയാ, ശരീരത്തിൻ്റെ സുഖങ്ങൾ മാറ്റിവെച്ച് കർത്താവിനെ സമർപ്പിച്ചു. ശരീരത്തിൻ്റെ നൽകണ സന്തോഷങ്ങൾ അത് സഹനമെടുത്തു. നമുക്കറിയാം, ഒരു മനുഷ്യനൊക്കെയുള്ള ഒരു പ്രത്യേകതയാണ്, നമ്മൾ സെക്ഷലി വീക്കായിട്ടുള്ള മനുഷ്യനാണ്, നമുക്ക് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, നമുക്കിങ്ങനെ അതർ സെക്സിനോടൊക്കെ സ്നേഹമുള്ളതാണ്. പക്ഷെ നീ ആ കാര്യം അത് നല്ലതല്ലാത്തൊരു ബന്ധം, ചീത്തയായ ഒരു ബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ജോസഫ് ചെയ്തു, വേണ്ട, ഈ സുഖമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് നിത്യമായ ആനന്ദമാണ് വേണ്ടത്. എൻ്റെ ദൈവമക്കളോട് ഈശോ പറയുന്നുണ്ട്, ഈ സഹനവും ഈ സുഖിക്കാൻ പറ്റുന്ന അവസ്ഥകളൊക്കെ മാറ്റിവെച്ച് ഈ ആരാധന നിൽക്കുന്ന നിന്നോട് ഈശോ പറയണത്, ഈ സുഖങ്ങൾ നീ മാറ്റിവെച്ച് ഈ സഹനങ്ങൾ എടുത്ത് നീ സ്തുതിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ജോസഫിന് കിട്ടിയ കൃപ കിട്ടും. ജോസഫിന് കിട്ടിയ കൃപ എന്താ? ജോസഫ് ഈ സഹനം എടുത്തതാണ്. പൊത്തീഫറിന്റെ ഭാര്യയുടെ അടുത്ത് വന്ന സഹനമല്ലായിരുന്നു, സുഖമായിരുന്നു. സുഖം വേണ്ട എന്ന് വെച്ചു. ആണ് ഒരു പാട്ടൊക്കെ ഉള്ളത്, നമ്മുടെ പൈനങ്കലച്ചൻ്റെ ഒരു പാട്ടുണ്ട്, സുഖമേറെയുണ്ടായ കാലങ്ങളിൽ ദൈവത്തിൻ നാമം മറന്നു, സുഖമേറെ ഉണ്ടായ കാലങ്ങളിൽ ദൈവത്തിൻ സ്നേഹം മറന്നു. ദൈവത്തെ കിട്ടില്ല സ്നേഹമുള്ളവരെ. അതുകൊണ്ടാണ് നമ്മുടെ നോബട്ടമ്മയൊക്കെ എപ്പോഴും പറയണത്, സുഖിച്ചത് നഷ്ടം, സഹിച്ചത് ലാഭം. ഈ ആരാധനയിൽ ആരോടൊക്കെയോ ഈശോ പറയുന്നുണ്ട്, ഈ സുഖം ഒന്ന് അവസാനിപ്പിച്ച് കുറച്ച് സഹനം എടുക്കാൻ തീരുമാനിക്കുക. ഈ പറയുന്ന അവൻ പറഞ്ഞു, ജോസഫ് പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് ആ ക്രൈസിസിൽ നിന്നു. സംഭവിച്ചത് എന്താ?
അവനെതിരെ തിരിഞ്ഞു. പക്ഷെ നിനക്കെതിരെ തിരിയുന്നവരുണ്ടാവും. നീ നന്മ ചെയ്തിട്ട് സഹിക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ അച്ഛൻ അതാണ് കാണിക്കുന്നത്. ഈ ആരാധനയിൽ അച്ഛന് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ്. ഇത് സ്പെഷ്യൽ ആയിട്ടുള്ളവർ മാത്രമേ ഈ ആരാധന കാണുള്ളൂ സ്നേഹമുള്ളവരെ. അച്ഛൻ ഉറപ്പ് പറയാം, ഇത് എല്ലാവരും കാണുന്ന ആരാധനയല്ല. ദിസ് ഈസ് സ്പെഷ്യലി എക്സ്ക്ലൂസീവ്ലി. നമ്മൾ പറയില്ലേ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ചില വാഹനങ്ങൾ ഇറക്കും, അതുപോലെയാണ് ഈശോ എന്ന് പറഞ്ഞിട്ട് ലിമിറ്റഡ് എഡിഷനാണ് അച്ഛാ. ഞാൻ എത്ര ആരാധന ലീഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ, പല ധ്യാന കേന്ദ്രങ്ങളും. പക്ഷെ ഇന്ന് ഈ ആരാധനയ്ക്ക് നിൽക്കുന്ന സമയം തൊട്ട് ഈശോ അങ്ങനെ പറഞ്ഞു, അച്ഛാ ഇത് ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് എഡിഷൻ ആണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർ കാണും, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് അവർ സാക്ഷികളാകുമെന്ന്. അതിനെന്ത് ചെയ്യണം? ഈ സുഖിക്കാനുള്ള മനസ്സ് മാറ്റിക്കളയണം. ഇതുപോലെയുള്ള ഈ പറയുന്ന പാപത്തിന്റെ കെട്ടിലേക്ക് വീഴാനുള്ള സുഖങ്ങൾ നീ മാറ്റിവെക്കുക. സുഖമേറെയുണ്ടായ കാലങ്ങൾ അത് മതി. ഇനി കർത്താവിനോട് പറ, എൻ്റെ കർത്താവേ, ജോസഫിനെ പോലെ, പൂർവ്വ ജോസഫിനെ പോലെ ഞാൻ നിന്നെ സ്തുതിക്കും. അതാണ് പുതിയ നിയമത്തിലെ ജോസഫ്. ആ ജോസഫിന് ഒരു സാധ്യതയുണ്ടായിരുന്നു. ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താ? അവളെ ഉപേക്ഷിക്കുക, ആരും അറിയാതെ ഉപേക്ഷിക്കുക. അത് സുഖിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഒരു പുരുഷനെ സംബന്ധിച്ച് അവന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം, അവൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് കേട്ടുകഴിഞ്ഞാൽ നീ ഏറ്റെടുക്കോ? ആരാ ഏറ്റെടുക്കുക? ആരും ഏറ്റെടുക്കുകയില്ല. ഇവനും ഏറ്റെടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ സ്വർഗത്തിന്റെ ഒരു ദൂത് ഇവന്റെ നെഞ്ചകത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ജോസഫേ, അവളെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അത് വെറുതെ ഭാര്യയാവാനല്ല പറയണത്. നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ വെറുതെ ഭാര്യ അതല്ല, വെറുതെ ഭാര്യയായി സ്വീകരിക്കല്ല, സഹനത്തിന്റെ പൂർണ്ണതയായി നീ അവളെ സ്വീകരിക്കുക. അങ്ങനെയാണ് പറയുന്നത്. സഹനത്തിന്റെ പൂർണ്ണതയായി നിനക്കവളെ മേരിയെ സ്വീകരിക്കാമോ? വേണമെങ്കിൽ മേരിയെ നിനക്ക് ഉപേക്ഷിക്കാം, ആരും അറിയാതെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാം. മറ്റുള്ളവരുടെ മുൻപിൽ മുഖം മിനക്കി നിനക്ക് പറയാം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു പിഴച്ച പെണ്ണിനെ എനിക്കെന്തിനാ എന്ന് പറഞ്ഞ് അവന് കൈയൊഴിയായിരുന്നു, പീലാത്തോസിനെ പോലെ. പക്ഷേ ജോസഫ് പറഞ്ഞു, നെവർ നെവർ. എൻ്റെ കർത്താവ് എന്നോട് സഹിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മേരി ഒരു സഹനത്തിന്റെ പുത്രിയാണെങ്കിൽ, ആ സഹനത്തിന്റെ റോസപ്പൂ ഞാൻ എൻ്റെ നെഞ്ചിൽ ചേർത്ത് വെക്കുമെന്ന് പറഞ്ഞ് ജോസഫ് അവളെ സ്വീകരിച്ചു. അതവൻ്റെ സഹനമായിരുന്നു, അതവന്റെ കൃപയായിരുന്നു, അവനിൽ ദൈവം ചൊരിഞ്ഞ അഭിഷേകത്തിന്റെ പൂർണ്ണതയായിരുന്നു. അത് ഏറ്റെടുത്ത ജോസഫ് അവളെയും കൊണ്ടിങ്ങനെ സഹനത്തിന്റെ യാത്ര, സത്രമടയുന്നു, സത്രവാതിലുകൾ അടയുന്നു, മിത്രഭാവങ്ങളൊക്കെ വിട്ടുമാറുന്നു. നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ പറയുന്ന യൗസേ പിതാവിനെയും മറിയത്തെയും സഹായിക്കാൻ കാവലായി 3-4 പേര്? ഒരാളുണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഈ ഗോസ്പൽ ഏതെങ്കിലും സുവിശേഷത്തിൽ, മത്തായിയുടെയോ മാർക്കോസിന്റെയോ ലൂക്കോസിന്റെയോ യോഹന്നാന്റെയോ സുവിശേഷത്തിൽ ദൈവമക്കളെ നമ്മൾ വായിച്ചിട്ടില്ല. ഈ പറയുന്ന പരിശുദ്ധ അമ്മയ്ക്ക് നിറവയറുള്ള 10 മാസം പ്രഗ്നന്റായ പെണ്ണിനെ സഹായിക്കാൻ ഒരു വയറ്റാട്ടി ഉണ്ടായിരുന്നില്ല. ജോസഫിന്, ഈ മകളെ കൊണ്ട് നടക്കുന്ന ജോസഫിന് സഹായമായിട്ടൊരു കൂട്ട് ഉണ്ടായിരുന്നില്ല. ആരും കൂട്ടുണ്ടായിരുന്നില്ല അവർക്ക്. They are alone. ഒറ്റപ്പെട്ട ദമ്പതികൾ. എൻ്റെ ദൈവമക്കളെ, ഈ ആരാധനയിൽ കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന നീ ഒറ്റപ്പെട്ട ദമ്പതിയാണോ? നിന്റെ മാതാപിതാക്കളും നിന്റെ ബന്ധുക്കളൊക്കെ നിന്നെ വിട്ടുപോയിട്ടുണ്ടോ? നീ ഇന്ന് ജോസഫിനെ പോലെയാണ്, മറിയത്തെ പോലെയാണ്. സത്രങ്ങൾ അടഞ്ഞു പോയ, നീ ലോൺ എടുക്കാൻ നോക്കി ലോൺ കിട്ടുന്നില്ല, നിന്റെ കടബാധ്യത മാറ്റാൻ പറ്റുന്നില്ല, ചെയ്ത തൊഴിലുകളൊക്കെ ഇങ്ങനെ ഫ്ലോപ്പ്. പക്ഷെ നീ തിരിച്ചറിയണം, നീ പോകുന്നത് കൃപയുടെ പുൽക്കൂട്ടിലേക്കാണ്. കൃപയുടെ പുൽക്കൂട്ടിൽ ആനന്ദത്തിന്റെ പൊൻസൂര്യനെ കയ്യിലെടുക്കാനുള്ള സഹനമാണ് എൻ്റെ കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ഈ ആരാധനയുടെ സമാപനത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ പോവാം. ഈ ദിവസങ്ങളിൽ ഈ സമയത്തൊന്ന് ആലോചിച്ച്, ഏതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശുദ്ധീകരണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്? ഞാൻ ഇനിയും സഹനങ്ങൾ എടുക്കുന്നതിന് മടി കാണിച്ചിട്ടുണ്ടോ? ഈശോയോട് പറ, ഈശോയെ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്ക് നിന്റെ തിരുജലത്തിൻ്റെ ശക്തി. നമ്മളിനി ഈശോയുടെ തിരുരക്തത്തെക്കുറിച്ച് നമ്മൾ പാടി, സൗഖ്യം നമുക്ക് ലഭിച്ചു, അനേക മക്കൾക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഇനി ഹീൽ ചെയ്യുന്നത് എന്താണ്? നിന്റെ ആന്തരിക മണ്ഡലം, നിന്റെ ജീവിതത്തിന്റെ ചില കാഴ്ചപ്പാടുകൾ ഈശോയുടെ തിരുജലം കൊണ്ട് നിന്നെ കഴുകാൻ പോവാ, നിന്നെ ശുദ്ധീകരിക്കാൻ പോവാ. പൂർവ്വ ജോസഫിനെ ശുദ്ധീകരിച്ചതുപോലെ നിന്നെ ശുദ്ധീകരിക്കാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. അതൊന്ന് വിട്ടുകൊടുത്തേ. നമ്മളിങ്ങനെ അമ്മമാർ നമ്മൾ കുളിക്കാൻ വിളിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല. എനിക്കത് അറിയാം, എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മ കുളിക്കാൻ വിളിക്കുമ്പോൾ, ഇന്ന് വേണ്ടമ്മ, നല്ല മഴയല്ലേ, നാളെ ഇന്ന് ഈശോ നിന്നിങ്ങനെ കുളിക്കാൻ വിളിക്കുകയാണ്, ശുദ്ധീകരിക്കാൻ അവനിങ്ങനെ വിളിച്ചിട്ട് പറയാണ്. അതാണ് വചനമായിട്ടിരിക്കുന്നത്. നല്ലൊരു വചനമുണ്ട് ഈ ഒരു ഹൃദയത്തെ മാസത്തിൽ ഈശോ തന്നിരിക്കുന്ന തിരുവചനം എന്താണെന്നറിയോ? ആത്മാവ് മണവാട്ടിയോട് പറഞ്ഞു, വരിക,
നീ ആരാധന നിൽക്കണം, നിന്നോട് പറയാണ് വാ വാ. എവിടേക്കാ? ഈശോയുടെ അടുത്തേക്ക്. നീ വന്നിട്ട് എന്തിനാ? അമ്മമാര് പറയില്ലേ, മോനെ വന്നേ, ആ ഡ്രസ്സൊക്കെ മാറ്റി അമ്മ കുളിപ്പിച്ചു തരാം കേട്ടോ, കുളിപ്പിച്ച് അതിനെ ശുദ്ധീകരിക്കാം. ഈ ആരാധനയിൽ പറയേണ്ടത് നിന്നെ ശുദ്ധീകരിക്കാൻ പോവാണ് ഈശോ. ഈശോ ശുദ്ധീകരിക്കാനായിട്ട് വാ, വരിക. എന്താണ് പറയണത്? വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവിനോട് പറയേ, ഈശോയെ, അങ്ങയുടെ തിരുവിലാവിൽ ഒഴുകുന്ന തിരുജലം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. തിരുജലം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഈ സമയത്ത് ഈ ആരാധനയിൽ കർത്താവ് നിന്റെ സഹനങ്ങൾ എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഇത്രയും സഹിച്ചില്ലേ, ആ സഹനങ്ങളൊക്കെ ഇങ്ങനെ തുടയ്ക്കുക. നമുക്കറിയാം, നമ്മുടെ കാറിലൊക്കെ പൊടി പിടിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? പോകുന്നതിന് മുമ്പ് അതിലിങ്ങനെ കുറേ വെള്ളം ഒഴിച്ച് കഴുകി ശുദ്ധീകരിക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ യാത്ര ഇറ്റ് ഇസ് വെരി ഈസി, നമുക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. 40 സ്പീഡിൽ പോകുന്ന നിനക്ക് 80ഉം 90ഉം സ്പീഡിൽ പോകാൻ പറ്റും. അത്രയും കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റും. ഇതുപോലെയാണ് ഈശോ ഇന്ന് നിന്നോട് പറയണു, ഈശോയുടെ തിരുജലം കൊണ്ട് നിന്നെ കഴുകാണ്. നിന്റെ എല്ലാ മാലിന്യങ്ങളും ഈശോയോട് പ്രാർത്ഥിക്കും. ഈശോയെ, എന്നെ കഴുകണമേ, അങ്ങയുടെ തൃച്ചോരത്തുള്ളിയാൽ അമ്മേ പരിശുദ്ധ മറിയമേ, നിന്റെ മകന്റെ തിരുജലം കൊണ്ട് എന്നെ കഴുകി. തയ്യൽ കൂടാതമ്മ നെയ്തൊരു മേലങ്കി എന്നെ പുതപ്പിക്കണേ, പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താൽ എന്നെ ഒന്ന് കഴുകണമേ, പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താൽ എന്നെ ഒന്ന് കഴുകണമേ, പാർശ്വത്തിൽ നിന്നൊഴുകും, പാർശ്വത്തിൽ നിന്നൊഴുകും. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്. ഏതെങ്കിലും പാപത്തിന്റെ അവസ്ഥയുണ്ടാവും, ശരീരത്തിനെതിരായ ജഡികമായ ചിന്തകള്, മദ്യപാനം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങള്, വീതവേഴ്ചകള്, ഈശോക്കെതിരെ നിൽക്കുന്ന രീതിയിലുള്ള ഒന്നാം പ്രമാണ ലംഘനങ്ങൾ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന വേണ്ട. ചില പള്ളികളിലൊക്കെ അറിയാം ഇപ്പോഴും വിശുദ്ധ കുർബാനയില്ല. വിശുദ്ധ കുർബാനയുടെ സ്ഥലമൊക്കെ ഇങ്ങനെ അടച്ചു കിടക്കുന്ന, അങ്ങനെ ഹൃദയം കഠിനമാക്കിയവർ, ഇങ്ങനെ വിശുദ്ധിക്കെതിരായ പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്നവർ, അഹങ്കാരത്തിൻ്റെ ചിന്തയുള്ളവർ, എളിമയില്ലാത്തവർ, എൻ്റെ കർത്താവെ, ഒരുപാട് തഴക്ക ദോഷമുള്ളവരാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. അങ്ങയുടെ തിരുവിലാൽ, അങ്ങയുടെ പാർശ്വത്തിൽ നിന്നൊഴുകുന്ന തിരുജലത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ ഇപ്പോൾ വന്ന്, പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യമാണ് ഈ സമയത്ത്. പരിശുദ്ധ അമ്മ ഇങ്ങനെ വന്ന്, എൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിന് എൻ്റെ മകൻ്റെ പുതുവസ്ത്രം നൽകാനായിട്ട് അമ്മ ഒരുക്കാണ്. പുതുവസ്ത്രം ഈ ആരാധന തീരുമ്പോൾ നിനക്കമ്മ വെള്ളയങ്കി അണിയും. അതാണ് കാണിച്ചിരിക്കുന്ന ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരെ പരിശുദ്ധ അമ്മ ചെയ്യുന്ന കാര്യം, ഇങ്ങനെ സൗഖ്യത്തിൻ്റെ കുഴിയിൽ നിന്ന് എടുത്ത് അമ്മ ഇങ്ങനെ കൊണ്ടുവന്ന്, എന്ന് പറഞ്ഞാൽ ആ രോഗത്തിൻ്റെ കുഴിയിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് അമ്മ മാറിലേറ്റി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച്, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം കൊണ്ട് നിന്നെ കഴുകിയതിന് ശേഷം നിന്റെ ജീവിതത്തിൽ ആ സൗഖ്യം കിട്ടിയ നിനക്ക് ഇനി വീണ്ടും ജനിക്കാനുള്ള ഒരു കൃപ പരിശുദ്ധ അമ്മ വഴിയായി ഈശോ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താൽ എന്നെ ഒന്ന് കഴുകിടണേ, പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താൽ എന്നെ ഒന്ന് കഴുകിടണേ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് പറഞ്ഞു, വെള്ളയങ്കി അണിഞ്ഞ ആരാണ് ഇവർ? ഇവിടെ നിന്നും വരുന്നു. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഇവനാണ് വലിയ ഞെരുക്കത്തിൽ നിന്നും വന്നവൻ. കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ വസ്ത്രങ്ങളെ അവൻ ശുദ്ധീകരിച്ച് വെളുപ്പിച്ചവർ. കർത്താവിൻ്റെ വെള്ളയങ്കി അണിഞ്ഞവരായി തീരാൻ ഈ ആരാധന കാരണമാകട്ടെ. ഇതിന് നന്ദി പറയാം. ഒരു വലിയ ഹീലിംഗ് നിങ്ങൾ ഇനി യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഇത് അനേകർക്ക് ഷെയർ ചെയ്യാനും പ്രാർത്ഥിച്ചൊരുങ്ങി ആരാധനയിൽ പങ്കെടുക്കാനും നമുക്ക് ഒരുങ്ങാം. നിങ്ങൾ അച്ഛന് വേണ്ടിയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇത്രയും നേരെ ഈ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ
മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ.